കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ ഫോക്സ് വാഗൻ്റെ പോളോ ആണ്. അപ്പോൾ പോളോ ഇപ്പോൾ എൻ്റെ ബാക്കിൽ എല്ലാം റെഡ് പോളോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ രണ്ട് പോളോ പരിചയപ്പെടുത്തുന്നില്ല, കാരണം ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഈ രണ്ട് പോളോ ഇട്ടിട്ട് വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ലേറ്റസ്റ്റ് എൻട്രി ആയിട്ടുള്ള ഈ ഒരു വാഹനമാണ്. 2019 മോഡൽ പോളോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് GT അല്ല, നോർമൽ TSI മാനുവലാണ് വന്നേക്കണേ. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അണ്ടർ വാറണ്ടി ഉള്ള വാഹനമാണ്. അതുകൂടാതെ തന്നെ സിംഗിൾ ഓണർഷിപ്പിൽ വന്നിരിക്കുന്ന വാഹനമാണ്. പിന്നെ ഞാൻ പറയണ്ടല്ലോ, കംഫോർട്ട് ലൈനാണ് അവരെടുത്ത് പറയുന്നത്, കംഫോർട്ട് ലൈൻ വാഹനമാണ്. പിന്നെ അലോയ്സും കാര്യങ്ങളൊക്കെ ഒറിജിനൽ ഫോക്സ് വാഹനമാണ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് ഫുള്ള് കണ്ടുവരാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് 2019 മോഡൽ മാനുവൽ പോളോ ആയിട്ടാണ്. കംഫോർട്ട് ലൈനിൽ വന്നിരിക്കുന്ന വാഹനമാണ്. വാഹനം നോക്കാം. റെഡ് കളറാണ്. റെഡ് കളർ പോളോ ഇൻ ഡിമാൻഡാണ്. നമ്മൾ എപ്പോഴൊക്കെ റെഡ് കളർ ഇട്ടാലും നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അതേപോലെ തന്നെ ഈ വാഹനത്തിനും നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഒരു ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് നമുക്ക് പോയേക്കാം. ഇതിൻ്റെ ബോഡി ക്വാളിറ്റിയും അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഫോക്സ് വാഗൻ പോളോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഫ്രണ്ട് പോർഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കൊരു ടോപ്പ് വ്യൂവിലേക്ക് നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഓരോ ഭാഗങ്ങളിലേക്ക് പോകാം. വീലാർസിൻ്റെ എയർ കണ്ടീഷനിലേക്ക് നോക്കാം. വീലാർസ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നല്ല ഗ്രിപ്പും ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ബോണറ്റിലേക്ക് നോക്കാം. ബോണറ്റായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബോണറ്റ്, ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ബോണറ്റിൽ നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ നമുക്ക് ഹെഡ് ലാംപ്സിലേക്ക് വരാം. ഹെഡ് ലാംപ്സ് നീറ്റായിട്ട് ഇരിക്കുന്നു. താഴെ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. ഗ്രില്ല് നോക്കാം. ഗ്രില്ലായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഗ്രില്ല് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, താഴെ വരാം. ഇവിടുത്തെ ഫോഗ് ലാമ്പ് നോക്കാം. നല്ല നീറ്റായിരിക്കുന്ന ഫോഗ് ലാംപ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ വീലാർസിലേക്ക് വരാം. ഈ വീലാർസ് ആയാലും നല്ല നീറ്റായിട്ട് വൃത്തി തന്നെ ഇരിക്കുന്ന വീലാർസ് നമുക്കിവിടെ കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നിരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ഡോർസിലേക്ക് വരാം. രണ്ട് ഡോറും ഇവിടെ വൃത്തി തന്നിരിക്കുന്ന ഡോർസും കാണാം. അതേപോലെ തന്നെ ഇവിടെ റൂഫൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ട് ഗ്ലാസ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസും നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ ഉണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നിരിക്കുന്ന അലോയ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സൈഡ് പോർഷൻ നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ നമുക്കിവിടെ വിൻഷീൽഡിലേക്ക് വരാം. വിൻഷീൽഡും ഡീഫോവറും കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ബമ്പേഴ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് ആയാലും നീറ്റായിരിക്കുന്ന വീലാർച്ച് കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. രണ്ട് ഡോറിലേക്ക് വരാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്നു. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സിന് പരിചയപ്പെടാം. ഇവിടെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആയിരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാം. പവർ വിൻഡോസ് വരുന്നുണ്ട്. ഓറയും കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ് വെച്ചപ്പെടാം. ഇവിടെ സീറ്റ്സൊക്കെ നല്ല നീറ്റായിരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കാം. ഇത് കംഫോർട്ട് ലൈൻ വന്നിരിക്കുന്ന വാഹനമാണ്. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നോക്കാം. മിഡിൽ നമുക്കിവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ വരുന്നുണ്ട്. 57,500 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. മാനുവലാണ്. അതിൻ്റെ ഗിയർ നോബ് കൂടെ കാണാം. അതേപോലെ തന്നെ താഴെ നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം നമുക്കിവിടെ കാണാം. ഡോർസ് ആയാലും നല്ല വൃത്തി തന്നെ ഡോറും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കണ്ടോ, നല്ല നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാം. റൂഫായാലും നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റിയറിങ്ങിന് കൺട്രോൾസോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല, കാരണം അത് കംഫോർട്ട് ലൈൻ ആയതുകൊണ്ട് തന്നെ. പക്ഷേ എയർ ബാഗ് സപ്പോർട്ട് രണ്ട് സൈഡിലും വന്നിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് അടിയാം. അതിന് ശേഷം പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയും നമുക്ക് നീറ്റായിട്ടിരിക്കുന്ന ഡോർ പാഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സ് കാണാം. കണ്ടോ, അതേപോലെ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലെഗ് റൂം ആയാലും കുഴപ്പമില്ലാത്ത ലെഗ് റൂം കാര്യങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാറുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റും ഒന്ന് അപ്പ് ചെയ്യാം. അതിനുശേഷം ബൂട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്തേക്കാം. ഹെഡും അപ്പ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം. വളരെ നീറ്റായിട്ടിരിക്കുകയാണ് എൻജിൻ റൂം നമുക്കിവിടെ കാണാം. ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന എൻജിൻ റൂം ഉണ്ടോ. അതേപോലെ തന്നെ നമുക്കിൻ്റെ എഡ്ജസും കാര്യങ്ങളും നോക്കിക്കാം. പേസ്റ്റും കാര്യങ്ങളും ശ്രദ്ധിക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ നോക്കാം. എഡ്ജസ് നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ ലിഡിലേക്ക് വരാം.
ലിഡായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ലിഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയാണ് ഇതിൻ്റെ എൻജിൻ ഭാഗത്ത് നമുക്ക് കൂടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ലിഡ് മപ്പ് ചെയ്യണം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോളോൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ്. വളരെ നീറ്റായിട്ടിരിക്കുന്ന ബൂട്ടും കൂടെ കാണാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബൂട്ട്. ചെറിയ രീതിയിൽ അഴുക്കും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്കിനി എഡ്ജസിലേക്ക് വരാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കാണാം. നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ലിഡിലേക്ക് വരാം. ലിഡായാലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ലിഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. നമുക്കിനി ടയറിലേക്ക് നോക്കാം. ടയറിൽ എന്താണ് അവസ്ഥ നോക്കാം. ടയറിന് കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും പോളോ ഉണ്ടെങ്കിലും ഇത് ലേറ്റസ്റ്റ് എൻട്രി അതിൻ്റെ വില കാണിച്ചാണ്. ഈ 2 പോളോ ഞാൻ ഓൾറെഡി നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തുകൊണ്ട് വാട്സാപ്പ് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇത് 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വന്നിരിക്കുന്ന ഈ ഒരു വാഹനം, പെട്രോൾ ഓപ്ഷൻ വന്നിരിക്കുന്ന ഈ ഒരു വണ്ടി TSI ആണ്, മാനുവലാണ്. ഇതിൻ്റെ വില പറഞ്ഞേക്കാകുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും 35,000 രൂപ മുതൽ ലക്ഷക്കണക്കിന് വരെയുള്ള വാഹനങ്ങളുടെ വീഡിയോസ് ഡെയിലി വരുന്നത്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6.90 lakhs ആണ്. 6,90,000 രൂപയാണ് ഇതിൻ്റെ നെഗോഷ്യബിൾ പ്രൈസാണ്. ഇത് നിങ്ങൾക്ക് ആലുവയിൽ വരണമെങ്കിൽ മോട്ടോൺ എന്ന യൂസ്ഡ് കാർ ഷോറൂമിൽ വരാം. വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ട് എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ താങ്ക്സ് ഫോർ വാച്ചിങ്.